ഹലോ ഫ്രണ്ട്സ്, മഴതൂര് മുംബൈയിലെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി സ്വന്തം അച്ഛനെ കാണാനായിട്ട് മനുവിനെയും ഗ്രേസമ്മേരെയും അതുപോലെ അലീനയുടെയും കൂടെ വരുവാണ്. അതോടുകൂടി അച്ഛന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീടും അതുപോലെ ഇവിടുത്തെ സ്ഥലവും ഒക്കെ രേവതിക്കുട്ടിയുടെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും പേരിലാണ് ഇരിക്കുന്നതെന്ന് അവരറിയാണ് കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത് വന്ന മരുമകൾ എങ്ങനെയെങ്കിലും സ്വന്തം മകൻ മരിച്ചതിന് ശേഷം അതെല്ലാം സ്വന്തമാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവൻ മരിച്ചാൽ മതി നമുക്ക് കാത്തിരിക്കുകയാണെന്ന് പറയാം കേട്ടോ അവരോട്. അപ്പോൾ ഗ്രേസമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ജയപ്രസാദിന് ആദ്യ പാരലൊരു കുഞ്ഞുണ്ടെന്നും അതൊരു മകളാണെന്നും അത് രേവതിക്കുട്ടിയാണെന്നും നിങ്ങൾ തുറന്നു പറയണം. അങ്ങനെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരാശ്വാസം കിട്ടും. ഇനി സ്വത്തിന് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ അങ്ങനെയെങ്കിലും ഒന്ന് സ്നേഹിക്കുമല്ലോ, ഈ കിടക്കുന്ന ഭർത്താവിനെ ഒന്ന് പരിചരിക്കുമല്ലോ എന്നൊക്കെ ഗ്രേസമ്മ ഐഡിയ പറഞ്ഞു കൊടുക്കുവാണ്. പക്ഷേ രമേശൻ നായർ പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവൾ അങ്ങനെ ഒരു വ്യക്തിയല്ല. അങ്ങനെ ഞാൻ ഇവള് മകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും രീതിയാവും ചിലപ്പോൾ നടപ്പാക്കുക എന്നൊക്കെ ഇങ്ങനെ സംശയം പ്രകടിപ്പിക്കുകയാണ് കേട്ടോ. അച്ഛൻ്റെ അവസാന ആഗ്രഹം പോലെ രേവതിക്കുട്ടി കഞ്ഞി ഉണ്ടാക്കി നിന്നും കുറച്ച് കഞ്ഞി എടുത്ത് അച്ഛന് കോരി കൊടുക്കുന്നുണ്ട്. സ്വന്തം മകളുടെ കയ്യിൽ നിന്നത് വാങ്ങിച്ച് കുടിക്കുമ്പോൾ സന്തോഷവും അദ്ദേഹത്തിനുണ്ട് കേട്ടോ. അപ്പോൾ മനുവും പറയുന്നുണ്ട്, സാരമില്ല, അസുഖമൊക്കെ എത്രയും ഭേദമാകുമെന്ന് പറയുമ്പോൾ അയാൾ പറയാ, ജയപ്രസാദ് ഇല്ല, ഇതങ്ങനെ ഭേദമാകുന്ന അസുഖമല്ല, ക്യാൻസർ അല്ലേ. ആര് പറഞ്ഞു? പിന്നെ ഇപ്പോൾ മകളെ കണ്ടില്ലേ, മകൾ വാരി തന്നില്ലേ, ഇതൊക്കെ തന്നെ നല്ലൊരു മരുന്നാണ്. പിന്നെ ഏത് മെഡിക്കൽ സയൻസിലും ഇതുപോലെ ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള ഒത്തിരി കേസുകളുണ്ട്. അതുകൊണ്ട് അസുഖം മാറാൻ ഇത് നല്ലൊരു മരുന്ന് തന്നെയാണ്. ഇപ്പം തന്നെ അന്ന് രേവതിക്കുട്ടി വന്നിട്ട് പോയതിനു ശേഷം നിങ്ങൾക്ക് നല്ല ആശ്വാസം തോന്നണില്ലേ, അതുപോലെ ഇനിയും അങ്ങോട്ട് ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോവാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് അന്നും രാത്രി തന്നെ മനു ഇവരെല്ലാവരെയും കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടാക്കിയതിന് ശേഷം മനുവും തിരിച്ചു പോവുക. അന്നേരം മനുവിനോട് അവിടെ നിൽക്കാനൊക്കെ പറയുകയാണ്. എന്നാൽ മനുവിന് അത് പറ്റത്തില്ല, പോകണമെന്ന് പറയാം കേട്ടോ. ദിവസം ജോലിയും കാര്യങ്ങളൊക്കെ ഇല്ലേ, അലീനയും വിളിച്ചുകൊണ്ട് തിരിച്ചു പോകാമെന്നുള്ള ഉദ്ദേശത്തിലൊക്കെയാണ് മനു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ കടപ്പാട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. കടപ്പാട്ടാണെങ്കിൽ ബബിത കാണിക്കുന്ന വേലത്തിന് എന്താ, ആരും കാണാതെ രാത്രി കത്രിക എടുത്തുകൊണ്ട് വന്ന് അലീനയുടെ റൂമിന് കയറി എല്ലാ ഡ്രസ്സുകളും വെട്ടി നാശമാക്കി വെച്ചിട്ടുള്ളത്. അലീന വരുമ്പോൾ കാണട്ടെ, അങ്ങനെ ഇങ്ങനെയുള്ള ദ്രോഹങ്ങളൊക്കെ ചെയ്താൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അതുപോലെ തന്നെ രോഹിത്ത് ഹരിയോടുകൂടി കൂട്ടുകൂടി ഭയങ്കര സംസാരമൊക്കെ ആയിട്ട് ഹരി എടുത്ത് പറയാം, എടാ ഇനിയിപ്പോൾ അവൾ തിരിച്ചു വന്നാൽ, അലീന തിരിച്ചു വന്നു കഴിഞ്ഞാലും നമുക്ക് രക്ഷയില്ല. ഒരു മോളെന്നും പറഞ്ഞ് കയറി വന്നേക്കുന്നു, അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. ഈ ആരും പേരും ഊരും ഒന്നും അറിയാതെ ഓരോ വീട്ടിൽ ചാടി കയറിയൊക്കെ വരില്ലേ പട്ടിയും പൂച്ചയൊക്കെ, അതിനൊക്കെ നമ്മൾ എന്താ ചെയ്യുക, വിഷം വെച്ചങ്ങ് കൊല്ലും. അതുപോലെ അവൾക്കും വിഷം വെച്ച് കൊല്ലണം, എന്നാലേ അവൾ ഇവിടുന്ന് പോകത്തുള്ളൂ. അങ്ങനെയൊക്കെ രോഹിത്ത് പറയാട്ടോ. അതിനെല്ലാം ഹരി സപ്പോർട്ടും കൊടുക്കുകയാണ്. അന്ന് രാത്രി ഹരി കൊടുത്ത ഉപദേശങ്ങളും എല്ലാം കേട്ടിട്ട് രോഹിത്ത് കുടിച്ച് മതിച്ച് വീട്ടിലേക്ക് വരുവാണ്. കൃഷ്ണമോളാണെങ്കിൽ ഇത് കണ്ടിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്താ രോഹിത്തേട്ടാ കുടിച്ചിട്ടാണോ വന്നേന്ന്? അതെ, എന്താടി നിനക്കെന്താ, നീ ആരടി എന്നെ ചോദ്യം ചെയ്യാൻ എന്നൊക്കെ പറയാം. ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്നെല്ലാം പറയുകയാണെങ്കിലും രോഹിത്തിന് ഒരു കൂസലില്ല കേട്ടോ. അരബോധത്തിലാണ് വീട്ടിൽ വന്ന് കയറുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രമോയിലെ ടീച്ചറുടെ പിക്ചർ. വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.